ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ കാണിച്ചുള്ള വീഡിയോ ആണ്. 3 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. വോയിസ് ഓവർ കൊടുക്കുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം ഞായറാഴ്ചയാണ്, സമയം ഇല്ലാത്തതുകൊണ്ടാണ്. സമയത്തിൻ്റെ കുഴപ്പമൊന്നുമില്ല, വയ്യ, അതാണ് മടിയാ. അപ്പം നിങ്ങൾ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതുപോലെ ഞാൻ ചെറുതായിട്ടൊക്കെ നട്ട് കിളിപ്പിച്ച് കൊണ്ടുവരുന്ന കുറച്ച് പച്ചക്കറികളൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അന്നത്തെ പാവലയിൽ ഒരു അഞ്ചെട്ടല്ല 2-3 വാഴയ്ക്ക അടുപ്പുണ്ടായിരുന്നു. അതുകൊണ്ടേ ഇതിനകത്ത് നോക്കാം. ഈ പേപ്പറൊക്കെ പൊട്ടിച്ച് വരാൻ തുടങ്ങി. പാവയ്ക്ക കണ്ടല്ലോ, ഫ്രഷ് പാവയ്ക്കയാണ്. ചീര പറിച്ചത് കൊണ്ട് ഇതാണ് നമ്മുടെ പാവല. ഇതിനകത്ത് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അലിഞ്ഞു പോയി. ഇതാണ് നമ്മുടെ ചീര പറിച്ചത്. ചീരക്കകത്ത് തന്നെയാണ് പയറും പറിച്ചത്. പയർ കണ്ട് കിടക്കുന്നുണ്ട്, ഇനിയും കിടപ്പുണ്ട്, പക്ഷെ അതൊക്കെ ചെറുതാണ്, അതുകൊണ്ടാണ് പറിക്കാത്തത്. ഇതിനകത്തും ചീര പറിച്ചു. പിന്നെ ഇതൊന്നും പറിക്കാറായിട്ടില്ല, ഈ ചീരകളൊന്നും. പിന്നെ വഴുതനങ്ങ കണ്ടേ ഈ ഒരു ഞെട്ടേന്നും കണ്ട അതിൻ്റെ അവിടെ നിന്നാണ് പറിച്ചത്. അതുകൊണ്ട് ഇനി ചെറിയ വഴുതനങ്ങയൊക്കെ നിൽപ്പുണ്ട്, വയലറ്റിൻ്റെ, കാണാമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഒരു ചിത്രശലഭം തേൻ കുടിക്കാൻ വന്നിരിക്കുന്നു. ഇതോ ഇവിടെ കണ്ട വേറെ പാവലൊക്കെ അതുമുണ്ട്. വാളരിപ്പയർ പിന്നെ പൂത്ത് വരുന്നതേ ഉള്ളൂ. കുറ്റി വളരിയാണ്, വെള്ളവും നല്ലതായിട്ട് ആവശ്യമുള്ളതാണ്. കണ്ട് പൂത്ത് വരുന്നേ ഉള്ളൂ. കായ ഉണ്ടായിരുന്നു താഴെ ഈ ഒരു സൈഡിലായിട്ട്. അത് പറിച്ചു, ഒരു ചെറിയ കാര്യം, അത് വിത്തിലിട്ട് ഉണക്കിപ്പോയി. പിന്നെ കിളിച്ചായിരുന്നു, പക്ഷെ അതിൻ്റെ കൂടെ വന്ന് പറിച്ച് കളയുകയും ചെയ്തു. പിന്നെ ഇനി എന്താണ്ട് ഇവിടെ പേരയ്ക്ക കിടപ്പുണ്ട്, വിളഞ്ഞില്ല, വിളഞ്ഞ് ഞാൻ പറിക്കുന്നുണ്ട്. പടവലം കണ്ടോ, ഇതും വിളഞ്ഞിട്ടില്ല, ഇതൊക്കെ പറിക്കാനുള്ളതാണ്. ഇവിടെ ഒരു കുഞ്ഞി പടവലം നിൽപ്പുണ്ടായിരുന്നു, ഇതാണ്ടേ കണ്ടോ. എന്താ ആ ഒരു പേരയ്ക്ക പറിക്കാൻ നോക്കാവേ. നമ്മൾ അന്ന് വെച്ച പുൽച്ചെടിയുടെ അപ്ഡേറ്റ് വേണമെന്ന് പറഞ്ഞ് കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ അപ്ഡേറ്റാണിത്. ഇതാണ്ട് പൂത്തിട്ടുണ്ട്, ഇടയ്ക്കത്തൊക്കെ മഴ പെയ്തുകൊണ്ടൊക്കെ പൂത്തു. അപ്പോൾ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പടവലത്തിൻ്റെ മൂട്. ആ പേരയ്ക്ക പുറകിൽ നിന്ന് കേടേണ്ടി ഞാൻ പറിക്കുന്നില്ല. ഒന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ ഈ ഒരു കൊച്ചലങ്കാര വാഴയുടെ കൊല പറിച്ച് നമ്മൾ തോരൻ വെക്കും. ഇതാണ് നമ്മൾ സാധനങ്ങളിലെടുത്തുകൊണ്ട് മേളോട്ട് പോകാം. അപ്പോൾ അതാണ്ട് മേള് വന്നിട്ടുണ്ട്. മേള് വന്നപ്പം ഇവിടെയും കുറച്ച് ചീരയൊക്കെ വന്നിട്ടുണ്ട്. ഈയിടെ പടിയാണ് കിളിച്ചു. ഇത് പിന്നെ നമ്മുടെ വാളരിപ്പയറായിരുന്നു, ചെറുതായിട്ട് വാളരിപ്പയറും പൊട്ടെ. നമ്മുടെ തുമരപ്പയറായിരുന്നു, വാടി ചെറുതായിട്ട്, വെയിലായതുകൊണ്ട് കുഴപ്പമില്ല, കിളിച്ചു വരും. ഞാൻ മേളിൽ നിന്ന് പന്തലിട്ട് കൊടുത്ത കോവൽ, പക്ഷെ ഇത് പോയി, അവിടെ മൊത്തം പുഴുവൊക്കെ തിന്ന്. അപ്പം ഒരു കോവയ്ക്കകത്ത് കിടപ്പുണ്ട്, ഇത് പറിച്ചേക്കാം. അയ്യോ, പറിക്കുന്ന വീട് കിട്ടുമോ? പറിച്ചേക്കാം. ഓക്കെ, ഈ പ്രാവശ്യം പുഴു തിന്നു പോയി. കണ്ടോ, മൊത്തം പുഴു തിന്നു പോവാണ്. എന്നിട്ട് ഇതിനകത്ത് കണ്ടോ പുഴുവൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ. ഇതിപ്പോൾ 2 നല്ലത് കിട്ടിയിട്ടുള്ളൂ. ഇത് മൊത്തം കളഞ്ഞിട്ട് വേറെ കയറ്റണം. ഇവിടെ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു, അത് അടിയിലൊരു വലിയ തണ്ണിമത്തങ്ങയായി നമ്മൾ പറിച്ചു. അത് പക്ഷേ ഇച്ചിരി പൊട്ടായിരുന്നു, അപ്പം കുഴപ്പമില്ല. പിന്നെ അതിനകത്ത് 2 ചീരയുണ്ട്. നമ്മുടെ മാങ്ങ പൂത്തത് ആയിരുന്നില്ല. ഓല എടുക്കണം നോക്കി നമ്മുടെ റംബൂട്ടാൻ പൂക്കുന്നുണ്ട്, തെങ്ങ് പൂക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ